ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ പുതിയ യൂട്യൂബിലൊക്കെ ഇന്നലെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്ന ഈ ചെറിയ കുട്ടീനെയാണ് പരിചയപ്പെടുത്തിയിരുന്നത്. അപ്പം എൻ്റെ യൂട്യൂബിൽ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ 3 പേരും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരാരാണ് എന്താണെന്നൊക്കെ ഞാൻ യൂട്യൂബിലൊന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലേക്ക് വന്നത്. അപ്പം ഇതാണ് മൂത്ത ആൾ. പേര് പറ. ആ, പനൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മുടെ ഈ പനൂർ ഈ നെടുമങ്ങാട് പനൂർ സ്കൂളിലേക്കാണ് പുള്ളി പഠിക്കുന്നത്. ഇനി അടുത്തത് വൈഗ ആട്ടുകാലി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 1ലാണ് പഠിക്കുന്നത്. എൻ്റെ പേര് ഗോപിക. ഞാൻ 3ലാണ് പഠിക്കുന്നത് ആട്ടുകാലി സ്കൂളിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും ആട്ടുകാലി സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവർ ചെറുപ്പം മുതലേ ഞാൻ ഈ കുട്ടികളുടെ കൂടെയാണ്. അപ്പം കുട്ടികളൊക്കെ എന്നോട് സഹകരിക്കാറുണ്ട്. അവരുടെ സന്തോഷങ്ങൾ, അവരുടെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരുടെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരവസ്ഥയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ ഇവർ താമസിക്കുന്ന ഇടത്ത് വന്നിട്ടാണ് ഞാൻ കുറേ ഷൂട്ട് ചെയ്യാറുള്ളത്. അപ്പം ഞാനിപ്പോൾ എന്തിനാണ് ഈ വീഡിയോയിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നോട് ചില സമയത്ത് പറയാറുണ്ട്, മാമ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ മറ്റുള്ളവർ അറിയുമോ ഇല്ലേ എന്നൊക്കെ കുറേ ചോദ്യം നമുക്ക് ആ വീഡിയോയിലോട്ട് നമ്മൾ കിടക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളുടെ വീട് കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വീട് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. എല്ലാവർക്കും ഹായ് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഇവരുടെ വീഡിയോ നമ്മൾ അപ്പം ഇവർ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇവരുടെ വീടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു അവസ്ഥയിലാണ്. കണ്ടോ, ഒരു വീട്ടിലാണ് ഇവർ കഴിയുന്നത്. അപ്പം ഇവർ പഠിക്കുന്ന ഇടമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് സുന്ദരൻ. സുന്ദരനാണ്. അവൻ ഇടിക്കും. അപ്പം അവർക്ക് ഏറ്റവും വലിയൊരു സന്തോഷമാണ് അതിന്. അപ്പോൾ അവരുടെ വീടൊക്കെ കാണിച്ചു തരുകയാണ്. ഇതാണ് ഇവരുടെ വീട്. അപ്പോൾ ഇവർ പഠിക്കുന്ന ഇടമൊക്കെയാണ്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കൂടിയാണ് ഇവരൊക്കെ. മറ്റുള്ള കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷിച്ച് നടക്കുമ്പോഴൊക്കെയും അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണ് ഇവരുടെ കിച്ചണ്. ഒരു വാടകയ്ക്ക് ഇവിടെ കഴിയുന്നത് തന്നെ. അപ്പം കിച്ചണിൽ ആഹാരമൊക്കെ ഇന്ന് എന്തൊക്കെ ആഹാരം ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്തൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? പുട്ടെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ അവരെ അമ്മ ജോലിക്ക് പോയേക്കാണ്. അപ്പോൾ ആ ടൈമിലാണ് നമ്മൾ ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നത് തന്നെ. അപ്പം ഹലോ കൂട്ടുകാരെ, ഇതാണ് നമ്മളെ വലിയ കൊച്ചാട്ടുകുട്ടിയുടെ അമ്മ. ഇത് ഇടുക്കിയൊക്കെ ചെയ്യും കൂട്ടുകാരെ. വീടിൻ്റെ പണി ഇപ്പം കുറേ ഏകദേശമൊക്കെ ഇപ്പോൾ വാർപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഇവരുടെ പഞ്ചായത്ത് ചെയ്ത് ആ വീടും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവർ ഏറ്റവും വലിയ സന്തോഷമാണ്. അപ്പോൾ ഇവിടെ കിടക്കാനൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടെന്നൊക്കെയാണ് എന്നോട് പറയുക. അപ്പോൾ ഞാൻ എന്നെ പരമാവധി കാര്യങ്ങളൊക്കെ ഞാൻ ഇവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ. ഞാൻ ഹെൽപ്പ് ചെയ്യാറല്ലേ നിങ്ങൾക്ക്. അപ്പം ഞാൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം അവരെപ്പോഴും പറയാറുണ്ട് അവർക്ക് നല്ലൊരു വീടൊക്കെ വേണമെന്ന്. അപ്പോൾ അവരുടെ സന്തോഷപ്രകാരം ദൈവം അവർക്ക് ഒരു കുഞ്ഞു വീട് അവർക്ക് വേണ്ടിയിട്ട് പണിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീട് പൂർത്തിയായിരിച്ചിട്ടില്ല. അപ്പം വാർപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇല്ലേ? വാർപ്പ് കഴിഞ്ഞിട്ടില്ല ഞങ്ങളുടെ വീട്ടിൽ? വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാലും അവരുടെ ആ പുതിയ വീട് ഞാൻ കാട്ടിത്തരാം. നമുക്ക് പുതിയ വീട് കാണിക്കാനുണ്ട്. ഏതാണ് റൂം? ഇതാണ് പുതിയ റൂം. പുതിയ റൂമിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലേ? ബാത്റൂമിന്റെ പണി കഴിഞ്ഞിട്ടില്ലല്ലേ? ഓക്കെ. ഇനി അടുത്ത് പഠിക്കാനും ഉറങ്ങാനൊക്കെ ഉള്ള മുറിയാണല്ലേ. അപ്പൊ ഇതാണ് പുതിയ ബെഡ്റൂമിൻ്റെ അല്ലേ? വെരി ഗുഡ്. ഇനി അടുത്ത് സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇത് സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ അടുത്തൊരു ഇതാ വരുന്നത് അല്ലേ?
പഠനമുറിയൊക്കെ വരുന്ന. ആ ഇനി അടുത്ത് കിച്ചൺ എന്തേ? കിച്ചണ് ഇവിടെയാണ്. എവിടെയാ കിച്ചൺ? ഇവിടെ. ആ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. കണ്ടോ? ഇവിടെ മറ്റേ ഇതൊക്കെ വെക്കാനൊക്കെ ഹോളിട്ട് പൈപ്പ് ഉം. ഹോളിട്ടിട്ടുണ്ട്. പാത്രം കഴുകി ഇതൊക്കെ വെച്ചിട്ട് ഉം. ഉണ്ട്. പിന്നെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. ഉം. അതുകൊണ്ട് ഇവിടെയൊക്കെ പാത്രങ്ങളൊക്കെ വെള്ളമൊക്കെ വെക്കാനുള്ളു. അപ്പം തറയൊന്നും ഇട്ടിട്ടില്ല. അപ്പം നമ്മുടെ വീടിൻ്റെ ഏകദേശമുള്ള പണികളൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനിയും വർക്കുകളുണ്ട്. തറയിടാനുണ്ട്, വാതിലിടാനുണ്ട്, ജനലുണ്ട്, അങ്ങനെ ഒരുപാട് പണികൾ നമുക്ക് ഇനിയും ഉണ്ട്. പടി കയറി ഒരു പുതിയ വീടൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വൈകിയാണ് ഈ വീടെല്ലാം പരിചയപ്പെടുത്തി തന്ന കണ്ടിരിക്കുകയാണ്. അപ്പം വലിയ സന്തോഷം. എല്ലാവരും നമ്മുടെ വീഡിയോ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.